ക്രിസ്തുവിന്റെ യുവജനങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിളി പ്രത്യാശയുടെ പ്രവാചകരാകുക എന്നതാണ്. ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തുവിനെ ഉള്ളിലെ പ്രത്യാശയായി സ്വീകരിക്കുവാൻ, സുഖദുഃഖ സമ്മിശ്രമായ ലോകത്തിൽ പ്രത്യാശയുടെ പ്രവാചകരാകാം. ഇരുളടഞ്ഞ പാതകളിൽ പ്രത്യാശയുടെ നറുകുവെട്ടമാകാം. തിന്മയുടെ ലോകത്തിൽ നന്മയുടെ പ്രകാശഗോപുരമാകാം. പ്രത്യാശ പങ്കുവയ്ക്കുന്ന പ്രകാശത്തിന്റെ മക്കളാകുക. മറ്റു ജീവിതങ്ങൾക്ക് രുചി പകരുന്ന ഉപ്പാകാം. അവരിന് വഴികാട്ടുന്ന വെളിച്ചമാകാം. നമുക്ക് പ്രത്യാശയുടെ തീർത്ഥാടകരാകാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് ഈ യോഗത്തിന് സ്വാഗതം ആശംസിക്കുക എന്നതാണ് നിങ്ങളുടെ കർത്തവ്യം. ഇന്ന് ഈ യോഗത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ഏവരുടെയും പ്രിയങ്കരനായ MCYM മെൽബൺ കമ്മ്യൂണിറ്റിയുടെ പ്രസിഡന്റായി സേവനമനുഷ്ഠിക്കുന്ന ജസിൽ സൈമൺ ആണ്. ജസിലേട്ടനെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇടവക വികാരി ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ടാണ്. അച്ഛനെയും ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിന് വീട്ടിലിരിക്കുന്ന നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് രണ്ടുപേരെ, സെക്രട്ടറി റോഷൻ ചേച്ചി, ട്രഷറർ അച്ഛനെ രണ്ടുപേരെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ ഒരു ദിനത്തിൽ ഇത്രയും മനോഹരമായി നമ്മുടെ പള്ളി അലങ്കരിക്കുകയും ഇന്നത്തെ കുർബാനയ്ക്ക് കൂടുകയും ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തത് നമ്മുടെ യുവജന സുഹൃത്തുക്കളാണ്. MCYM മെൽബൺ യുവജന സുഹൃത്തുക്കളെ ഏറ്റവും സ്നേഹത്തോടെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പ്രോഗ്രാം നടക്കണമെങ്കിൽ കാണികളായിട്ട് നിങ്ങൾ ഓരോരുത്തരുമാണ് ഉള്ളത്. മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, മറ്റു സഹോദരങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. അടുത്തതായി പ്രസിഡൻഷ്യൽ അഡ്രസ് ചെയ്യുന്നതിനായി MCYM മെൽബൺ യൂണിറ്റിന്റെ പ്രസിഡന്റ് ജസിൽ മാത്യു സൈമണിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു കൊള്ളുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛ, MCYM ഭാരവാഹികളെ, പള്ളിയുടെ കമ്മിറ്റി അംഗങ്ങളെ, അതോടൊപ്പം തന്നെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, മാതാപിതാക്കളെ, MCYM സുഹൃത്തുക്കളെ, കുഞ്ഞുങ്ങളെ, നമുക്കറിയാം MCYM എത്ര ഊർജ്ജസ്വലമായിട്ടാണ് ലോകമെമ്പാടും നടന്നുകൊണ്ടിരിക്കുന്നത്. MCYM എന്നാൽ മലങ്കര കാത്തലിക് യൂത്ത് മൂവ്മെന്റ്. In today's world, youth and children encounter numerous challenges, including anxiety, various forms of addiction, feeling of loneliness, among others. In this context, the organizations like MCYM play an inevitable role in our life. MCYM provides a sense of community and belonging, offering vital support in navigating these difficulties. The theme of our MCYM Day celebration is Flame of Love. In 1 John chapter 4 verses 7 and 8 says, "Beloved, let us love one another, for love is from God, and whoever loves has been from God, and whoever loves has been from God and knows God. Anyone who doesn't love doesn't know God, because God is love." As the followers of Jesus Christ, it is both our duty and responsibility to share God's word and His love with one another and throughout our community. Let the intercession of Saint Francis help us to be the people of God. So thank you. എല്ലാവരുടെയും ഇത്രയും കേട്ടിരുന്നതിനും എല്ലാവരുടെയും സഹകരണത്തിനും നന്ദി. താങ്ക് യു. MCYM മെൽബണിന്റെ നാൾവഴിയിലൂടെ ഒരു തിരിഞ്ഞോട്ടം. MCYM മെൽബണിന്റെ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ചെറിയ പ്രസന്റേഷൻ ഇപ്പോൾ ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. സോ ഓൺ ടു ദി സ്ക്രീൻ. ഈ യോഗം
ഉദ്ഘാടനം ചെയ്തതിനായി നമ്മുടെ ഈ യോഗത്തിന്റെ ഉദ്ഘാടകൻ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ വികാരി ഫാദർ ഫിലിപ്പ് മാത്യു വെട്ടിക്കാട്ടിനെയും മറ്റ് കമ്മിറ്റി മെമ്പേഴ്സിനെയും തിരിതെളിയിച്ച് നമ്മുടെ ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ക്ഷണിച്ചു. പ്രകാശമേ മിഴി തുറക്കുക വേഗം, കണ്ണിനാലേ നിൻ രൂപം കാണുവാൻ, ഇരുളകറ്റിയിടുക നിൻ വഴിയേ നടക്കാൻ, വചനവും മെൽബ യൂണിറ്റിന്റെ ദിനാഘോഷം ഫ്ലെയിം ഓഫ് ലവ് എന്ന പേരിൽ നാം ഇന്ന് കൊണ്ടാടുകയാണ്. എല്ലാ യുവജനങ്ങൾക്കും ഈ ഒരു ദിവസത്തിന്റെ അനുഗ്രഹങ്ങൾ, പ്രാർത്ഥനകൾ ഞാൻ സ്നേഹപൂർവ്വം ഈ സഭയുടെ പേരിൽ, നമ്മുടെ കുടുംബങ്ങളുടെ പേരിൽ ഞാൻ നേരുകയാണ്. ഒരു സഭയിൽ ചേരുക എന്ന് പറയുന്നത്, ഒരു സഭയുടെ അംഗമാകുക എന്ന് പറയുന്നത് ഒരു ദൈവ നിയോഗമാണ്. ദൈവം വിളിച്ചത് കൊണ്ടാണ് നമ്മുടെ ഈ കൂട്ടായ്മകളുടെ എല്ലാ കുടുംബങ്ങളും ഈ കൂരയ്ക്ക് കീഴിൽ വന്നു ചേർന്നത്. ദൈവം വിളിച്ചത് കൊണ്ടാണ് ഈ ഒരു സഭയുടെ ഭാഗമായി മാറുവാൻ നമുക്ക് എല്ലാവർക്കും കഴിഞ്ഞത്. അതുകൊണ്ടാണ് മതബോധന ഗ്രന്ഥം, കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇപ്രകാരം പറയുന്നത്: ഒരാള് ദൈവജന കൂട്ടായ്മയുടെ ഭാഗമാകുന്നത് ശാരീരികമായ ജനനം കൊണ്ടല്ല, മറിച്ച് ഉന്നതത്തിൽ നിന്ന് ജനിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ദൈവജന കൂട്ടായ്മയുടെ ഭാഗമായി നാം എല്ലാവരും മാറുന്നത് എന്ന്. അതുകൊണ്ട് ഈ ദിനാഘോഷം കൊണ്ടാടുന്ന ഈ സമയത്ത് MCYM-ലെ എൻ്റെ കൂട്ടുകാരോട് എനിക്ക് പറയാനായിട്ടുള്ള ഒരേ ഒരു കാര്യം, ദൈവവിളി സ്വീകരിച്ച ഒരു ജനതയുടെ ഭാഗമാണ് MCYM പ്രസ്ഥാനത്തിലെ ഓരോ യുവാവും യുവതിയും എന്ന് നിങ്ങൾ മരണം വരെ മറക്കാതെ കൊണ്ടു നടക്കണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ വിളിയുടെ മാഹാത്മ്യവും ദൗത്യവും മനസ്സിലാക്കി ദൈവം നടത്തുന്ന പാതയിലൂടെ സധൈര്യം മുന്നോട്ട് പോകുവാൻ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു മാത്രമാണ്. ക്രിസ്തുവിനോടൊപ്പം നടക്കുവാനുള്ള ജീവിത നിയോഗമാണ് MCYM-ലെ കുട്ടികളുടെ ജീവിത നിയോഗം എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ഒരു ധനികനായ യുവാവിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അവൻ വന്ന് ഈശോയോട് ചോദിക്കുകയാണ്: ഈശോയെ, ഞാൻ നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് ചെയ്യണം? ഈശോ പറഞ്ഞു: നീ പ്രമാണങ്ങൾ നിനക്ക് എങ്ങനെ അറിയാലോ, അതെല്ലാം പാലിക്കണം. അപ്പൊ അവൻ പറയാണ്: എൻ്റെ ഈശോയെ, ഇതെല്ലാം ഞാൻ എന്നെ പാലിക്കുന്നതാണ്. ഈശോ പറഞ്ഞു: എങ്കിലും നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക, നിനക്കുള്ളതെല്ലാം വിറ്റ് നീ പാവപ്പെട്ടവർക്ക് കൊടുക്കുക. വചനം പറയുന്നത് അവൻ വ്യസനിച്ചു തിരിച്ചുപോയി എന്നാണ്. പ്രിയമുള്ളവരെ, ഈശോ ഇല്ലാതെ അവൻ തിരിച്ചുപോയി. സകലതും ഉപേക്ഷിക്കാൻ മടിയായിട്ട് അവൻ ഈശോയെ കൂട്ടാതെ തിരിച്ചുപോയി. ഈശോയുടെ കൂടെ നടക്കുന്നതാണ് MCYM-ന്റെ ജീവിത നിയോഗമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈശോയെ കൂടാതെ നടക്കുന്ന യാത്രകള് പിശാചിനെ സ്വീകരിക്കുന്നതിന് തുല്യമാണെന്ന് മതബോധന ഗ്രന്ഥം വളരെ വ്യക്തമായി അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ ജീവിത നിയോഗം, ക്രിസ്തുവിനോടൊപ്പം ചരിക്കുവാനുള്ള ജീവിത നിയോഗം നെഞ്ചിലേറ്റുവാനായിട്ട് നമ്മുടെ സഭയുടെ യുവാക്കളോട് യുവതികളോട് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. 2024 യുവജന സഭയുടെ ആപ്തവാക്യം എന്ന് പറയുന്നത് യുവജനങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടകർ എന്നാണ്. The pilgrims of hope. യുവജനങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടകർ. പ്രത്യാശ നിറഞ്ഞവരായിരിക്കണം യുവജനങ്ങൾ. സങ്കടപ്പെട്ട് നിരാശപ്പെട്ട്
പ്രയാസപ്പെട്ട് ക്ഷീണിച്ച് നിൽക്കേണ്ടവരൊന്നുമല്ല. യുവജനങ്ങൾ പ്രത്യാശയുടെ തീർത്ഥാടകരായിരിക്കണം, പ്രത്യാശ നിറഞ്ഞവരായിരിക്കണം, പ്രത്യാശ കൊടുക്കുന്നവരായിരിക്കണം. കണ്ടുമുട്ടുന്നവർക്കും കൈകൊടുക്കുന്നവർക്കും ഊർജം പകർന്നവരായിരിക്കണം നമ്മുടെ യുവജനങ്ങൾ എന്ന് പറയുന്നത്. മെൽബണിലെ യുവതി യുവാക്കന്മാരെ കുറിച്ച് എനിക്കൊരു വാക്കുണ്ട്. ഈ മക്കള് ഈ സഭയോട് കാണിച്ച വലിയ സ്നേഹത്തിന്, കരുതലിന്, പരിപാലനയ്ക്ക്, കാവലിന് ഞാൻ സഭയുടെ പേരില് നമ്മുടെ സഭയുടെ തലവനും പിതാവുമായ കർദിനാൾ ക്ലീമീസ് കാതോലിക്ക ബാവയുടെ പേരില് ഞാൻ നിങ്ങൾക്ക് ഏവർക്കും സ്നേഹവും നന്ദിയും ഞാനിപ്പോൾ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കന്മാരെയും സഹോദരങ്ങളെയും എല്ലാം തമ്പുരാൻ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ദേശത്ത് വന്ന് നിങ്ങൾ ത്യാഗം അനുഭവിക്കുമ്പോൾ, പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് പഠിക്കുമ്പോൾ, ജോലി ചെയ്യുമ്പോൾ, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ സഹായകൻ നിങ്ങളുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് നിങ്ങളെ വഴി നടത്തട്ടെ എന്ന് ഈ ഒരു കൂട്ടായ്മ, ഈ ഒരു കുടുംബങ്ങൾ ഒന്നു ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ യുവജന ദിനം ആഘോഷിക്കുമ്പോൾ മെൽബണിലെ കൂട്ടായ്മയ്ക്ക് ദൈവം തന്ന മറ്റൊരു റോസാ പുഷ്പമാണ് മാവേലിക്കര ഡയസിസിൽ ഇവിടെ വന്നിട്ടുള്ള മെഡ്വിൻ. മെഡ്വിനെ വലിയ സ്നേഹത്തോടു കൂടി നമുക്ക് കരഘോഷത്തോടെ മെഡ്വിനെ ഈ ഒരു വേദിയിലേക്ക് സ്വീകരിക്കാം. ഒഫീഷ്യൽ മീറ്റിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമ്മുടെ MCYM സുഹൃത്തുക്കളുടെ കൾച്ചറൽ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. ആദ്യമായി നമ്മുടെ കാതുകളിൽ വീണം പകരാൻ ഒരു ഗാനം ആലപിക്കാൻ ഇടവകയുടെ യുവജന സുഹൃത്തായ ഗേബ്രിയൽ ക്രിസ്റ്റി ജോർജിനെ ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിച്ചു.
അച്ഛ, മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, പ്രിയ കുട്ടികളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. വളരെയേറെ സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടും കൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. മലങ്കര കത്തോലിക്ക സഭയുടെ യുവജന പ്രസ്ഥാനമായ MCY യുവജന ദിനമായി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ MCY സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സമ്പന്നതയുടെ പട്ടുമെത്തിയിൽ ജനിച്ച് സുഖലോലുപതയിൽ മയങ്ങി റഷ്യയിൽ ജീവിച്ച ഒരു സമ്പന്ന യുവാവ്. എന്നാൽ തന്റെ ഈ ജീവിതത്തിൽ നിന്നും മാറി തന്റെ ഉള്ളിൽ നിന്നുണ്ടായ ദൈവസ്വരം ശ്രമിച്ച് സ്വയം ശൂന്യനായി തന്റെ ആഡംബര വസ്ത്രങ്ങളും ജീവിതവും എല്ലാം ഉപേക്ഷിച്ച് ദൈവപാതയിലേക്ക് ഇറങ്ങിയ ഒരു വിശുദ്ധനാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി. രണ്ടാം ക്രിസ്തു എന്ന പേരിലും അദ്ദേഹം അറിയപ്പെടുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കും ചില ഉത്തരവാദിത്തങ്ങളും കടമകളും നൽകിക്കൊണ്ടാണ് യേശു ക്രിസ്തു നമ്മളെ ഈ ജീവിതത്തിലേക്ക് ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, സുവിശേഷ പ്രഘോഷണമാണ്. സുവിശേഷം എന്ന ജീവനുള്ള വചനം എന്നാണ്. അതെ, യേശു ക്രിസ്തു തന്നെയാണ് സുവിശേഷം. അതിനാൽ നാം ആയിരിക്കുന്ന മേഖലകളിൽ, നാം പരിചയപ്പെടുന്ന വ്യക്തികളിൽ നമുക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ സാധിക്കണം. നമ്മുടെ സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുപാതയിൽ ജീവിച്ച് നമ്മുടെ സഭയോട് ചേർന്നുകൊണ്ട് നമ്മുടെ MCYM എന്ന യുവജന പ്രസ്ഥാനത്തിലൂടെ നമുക്ക് ക്രിസ്തുവിലേക്ക് കൂടുതൽ അടുക്കാം, വിശുദ്ധിയിൽ ജീവിക്കാം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ക്രൈസ്റ്റ്, ജയ് MCY.
ശിരസിൽ ചേർത്തിടുന്നു തന്റെ അനുഗ്രഹത്തിൽ തിരുകരങ്ങളാൽ എന്റെ ശിരസിൽ ചേർത്തിടുന്നു ഞാൻ കണ്ണീരൊപ്പം സ്നേഹമല്ലേ എന്റെ നാഥനല്ലേ ഈശോ താങ്ങി എന്നെയോ നന്ദിക്കും സ്നേഹനാഥനല്ലേ ഈശോ അടുത്തതായി ഒരു ഗ്രൂപ്പ് സോങ് അവതരിപ്പിക്കുന്നതിനായി മെൽബൺ MCI യൂണിറ്റിലെ എല്ലാ മെമ്പേഴ്സിനെ ക്ഷണിച്ചു. സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 സ്തുതികളിൽ വാഴുന്ന ദൈവമേ ഓശാന 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 ബലവാനായി വാഴുന്ന സൃഷ്ടാവേ ഓശാന 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 അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയ രാജൻ പരിശുദ്ധൻ 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 Hosanna, 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 പരിശുദ്ധ പരമപ്രിയ ദൈവം പരിശുദ്ധൻ 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 സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നു പാടും പരിശുദ്ധൻ 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 പരിശുദ്ധ പരമപ്രിയ ദൈവം പരിശുദ്ധൻ 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 സ്വർഗീയ വൃന്ദങ്ങൾ അണിചേർന്നു പാടും പരിശുദ്ധൻ 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 ഹോശാന 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 സർവചരാചര സൃഷ്ടാവാം ദൈവം പരിശുദ്ധൻ 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 സർവം ഭരിക്കും കർത്താവാം ദൈവം പരിശുദ്ധൻ 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 സർവ
സചരാചര സൃഷ്ടാവാം ദൈവം പരിശുദ്ധൻ 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 സർവം ഭരിക്കും കർത്താവാം ദൈവം പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയരാജൻ പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയരാജൻ പരിശുദ്ധൻ 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 സ്വർഗീയ സിംഹാസനത്തിൽ വാഴും കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ അത്യുന്നതനാം സ്വർഗീയരാജൻ പരിശുദ്ധൻ 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 അത്യുന്നതനാം സ്വർഗീയരാജൻ പരിശുദ്ധൻ 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 സ്തുതികളിൽ വാഴുന്ന ദൈവമേ ഹോശാന 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 ബലവാനായി വാഴുന്ന സൃഷ്ടാവേ ഹോശാന 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 ഹോശാന.
എംസിഎമ്മിൽ വീണ്ടും ആക്റ്റീവായിട്ട് കൂടാൻ സാധിച്ചു. ഞാൻ സിഡ്നിയിലായിരുന്നു. സിഡ്നിയിൽ നമുക്ക് ഇത്ര ആൾക്കാരില്ല, യൂത്തില്ലായിരുന്നു. ഞങ്ങളൊരു 3 പിള്ളേരാണ് ഉള്ളത്. 3 പിള്ളേരാണെങ്കിലും വളരെ ലിമിറ്റഡ് ആയിരുന്നു അന്നത്തെ ആക്ടിവിറ്റീസ്. അത് വെച്ച് നോക്കുമ്പോൾ ഇന്ന് നമ്മളെവിടെയാണ്, അതെങ്ങനെ ഇങ്ങനെ ഇവിടെ ഒരു അവസരം ഉണ്ടായി എന്നാലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ആദ്യം നമ്മൾ നന്ദി പറയേണ്ടത് ദൈവത്തിനോടാണ്. നമ്മളിങ്ങനെ ഒരുമിപ്പിക്കാൻ ഉള്ളൊരു അവസരം നമുക്ക് ഉണ്ടാക്കി തന്നതിനും നമ്മുടെ ഒരു സഭയെ മുന്നോട്ട് കൊണ്ട് നയിച്ച് നമ്മളെ അതിനോടൊപ്പം കൂടെ നിർത്തി കൊണ്ടുവന്ന നമ്മുടെ കർദിനാളിനോടും ബാബാതിരിനോടും നമുക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും, ഈ ഓഷ്യന റീജിയന് വേണ്ട എല്ലാ സപ്പോർട്ടും നൽകുന്ന സിൽവാനോസ് പിതാവിനോടും ഈ സമയത്ത് ഞാൻ നന്ദി പറയുന്നു. അതിലേറെ ഉപരിയായിട്ട് ഇന്ന് നമ്മളോടൊപ്പം ഇരിക്കുന്ന ഫിലിപ്പച്ചനാണ് ശരിക്കും പറഞ്ഞാൽ നന്ദി പറയേണ്ടത്. കാര്യം ഈ യൂത്തിനെ ഒരുമിച്ച് കൂട്ടുകയും അതിന്റെ വ്യക്തികളെ കറക്റ്റായിട്ട് കണ്ടുപിടിച്ച്, എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരു വ്യക്തി ജെസിൽ ജേമനാണ്. പ്രസിഡന്റായിട്ട് നമ്മളോടൊപ്പം ഉള്ള ജെസിൽ ജേമൻ. അദ്ദേഹത്തിന്റെ ഒരു അനന്തമായ എഫേർട്ട് ആക്ച്വലി ഞാൻ ഈ യൂത്തിന്റെ ഒരു കോർഡിനേഷനിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ആ ജെസിലേറ്റിന്റെ സ്നേഹം എന്നുള്ള ഒരു പേര് വെച്ചുള്ള എല്ലാവരെയും വിളിക്കുന്ന ഒരു വിളിയും വ്യക്തിപരമായ ഒരു അടുപ്പം സ്ഥാപിക്കുന്നത് മൂലം ആൾക്കാർ വന്നു ചേരുന്നതും അതിനോടൊപ്പം ഈ ബാക്കിയുള്ള യൂത്ത് മെമ്പേഴ്സും നേരത്തെ ലീഡേഴ്സും അവരെല്ലാവരും ഒരുമിച്ച് ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നതും ഇതൊക്കെ കാണുന്ന ആക്ച്വലി ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം എനിക്ക് മിസ്സായ ഒരു 6 വർഷമുണ്ട് യൂത്തിന്. അപ്പൊ ആ ഒരു ഇതുപോലെ ഒരുമിച്ച് കൂടാനും ആ ഒരു ഐക്യത്തിൽ ഒരുമിച്ച് ഇരിക്കാനുള്ള ഒരു അവസരം ഉണ്ടായത് അതിലേറെ എനിക്ക് സന്തോഷം ഉണ്ടായ കാര്യം, പിള്ളേരെല്ലാം സംസാരിക്കുമ്പോൾ അവരുടെ എനർജി ഉണ്ട്. നമ്മൾ ഈ യൂത്തിനെ പണ്ട് പ്രസംഗത്തിനൊക്കെ പോകുമ്പോൾ അതിലൊരു ടോൺ ഉണ്ട്, അതിന്റെ ഒരു സ്റ്റൈലുണ്ട്. ആ സ്റ്റൈലില് കൂടെ സംസാരിച്ചതാണെങ്കിലും വെൽവിൻ സംസാരിക്കുന്നതാണെങ്കിലും ആ ഒരു ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് മിസ് ചെയ്ത ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉണ്ടാക്കിയതിന് ഇതിലേക്ക് നല്ല നല്ല ഒരു പരിപാടികൾ അവതരിപ്പിച്ച ഇത്രയും കലാകാരന്മാരുണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യിപ്പിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കിയതിനും ആ കലാകാരന്മാര് അവരുടെ ധൈര്യത്തോടുകൂടി വന്ന് ഇവിടെ പാടിയതിനും എല്ലാം ഒരുമിപ്പിച്ച് കൂട്ടിയതിനും എല്ലാം പ്രത്യേകം നന്ദിയാണ്. പാടിയ കലാകാരന്മാർക്ക് എല്ലാവർക്കും ഗിറ്റാർ വെച്ച് നമ്മൾ ഗീതം പരിചയപ്പെട്ടില്ല, പക്ഷെ നല്ല പാട്ടായിരുന്നു, നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു. എസ്പെഷ്യലി പ്ലസ് ഇന്ന് ഈ പരിപാടിക്ക് ആക്ച്വലി ഇതിന്റെ സ്റ്റേജും എല്ലാം ഓർഗനൈസ് ചെയ്ത് ശിവജേനും പള്ളി ഇടവക കമ്മിറ്റിക്കും പ്രത്യേകമായിട്ടുള്ള നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിലെനിക്ക് അറിയത്തിലാരെങ്കിലും മിസ്സായിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും പറഞ്ഞ എടുത്തെടുത്ത് പറയണമെങ്കിൽ ഫുഡ് ഓർഗനൈസ് ചെയ്തിരുന്ന ഇടവക കമ്മിറ്റിക്ക് സ്പെഷ്യൽ നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ഇന്ന് ഇതെല്ലാം ക്യാപ്ചർ ചെയ്ത് ഞാൻ ഇന്നാലും ശ്രദ്ധിച്ചത് സർപ്രൈസ് ചെയ്തൊരു കാര്യം, 1 വർഷം മുമ്പ് ശരിക്കും ആക്റ്റീവായിട്ട് ഒരു യൂത്തിന്റെ ഒരു പരിപാടി അവസരം ഉണ്ടായിട്ടുള്ളൂ. അന്ന് ക്യാപ്ചർ ചെയ്തത് ഇന്നിപ്പോ 1 വർഷത്തിനിടയ്ക്ക് ഇത്രയും ഫോട്ടോസ് ആയിട്ട് ഒരു നൊസ്റ്റാൾജിക് മെമ്മറി പോലെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതില്ല. ആ ഫോട്ടോയിൽ എടുത്തതിൽ ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള കുറെ പേരുണ്ട്. എസ്പെഷ്യലി ഗൈച്ചേട്ടൻ ഇപ്പോഴും റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഈ ഫോട്ടോയൊക്കെ. ഇതെന്നും ഒരു ഹിസ്റ്ററി ആയിരിക്കും എന്നുള്ളതാണ് ഇതിന്റെ വാസ്തവം. അപ്പം നിബിചേട്ടനും ആക്റ്റീവായിട്ട് കൈ അനങ്ങാതെ സ്റ്റെബിലൈസർ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതൊരു ഹിസ്റ്റോറിക് മെമ്മറിയായി മാറുകയാണ് നമ്മൾ ഇന്ന് ഈ ആയിരിക്കുന്ന ഓരോ നിമിഷം എന്ന് ഞാൻ ഇവിടെ ഓർത്തു പോകുക. അതോടൊപ്പം തന്നെ നമ്മുടെ വേറെ നയിച്ച ടീം ഏബിളിന്റെയൊക്കെ പാട്ട് ഞാൻ ഏബിളിനോട് സ്പെഷ്യലായിട്ട് പറഞ്ഞു. ആ ട്യൂൺ ആക്ച്വലി ഞാൻ കേട്ടിട്ടില്ല. ആ ട്യൂൺ വളരെ വ്യത്യസ്തമായിരുന്നു. അത് പാടി ഒപ്പിച്ചതിനെല്ലാം അടിപൊളി കിടിലം ഏബിള്. ഭയങ്കര സന്തോഷം. ഏബിൾ റോസ്റ്റാൻ അടിപൊളി. അതുപോലെ ഇതിനോടൊപ്പം എപ്പോഴും നമ്മളോടൊപ്പം നിൽക്കുന്ന MCA അംഗങ്ങളോടും മാതൃസമാജ അംഗങ്ങളോടും എല്ലാം പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഒരിക്കലും വിട്ടുപോകാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും പല നാട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ടുള്ളവരാണ്. നമ്മളെല്ലാം ഇങ്ങോട്ട് അയക്കാൻ ധൈര്യം കാണിച്ച് അല്ലെങ്കിൽ ഇങ്ങോട്ട് നമ്മളെ കയറ്റിവിട്ട നമ്മുടെ മാതാപിതാക്കളാണ് ഈ അവസരത്തിൽ ഞാൻ ഒരു പ്രത്യേകമായിട്ട് ഓർത്ത് നന്ദി പറയേണ്ടത്. കാര്യം ഇതിലെ എല്ലാ പിള്ളേരെയും നോക്കിയാലും എല്ലാവരും ഇവിടെ വന്നിട്ടുള്ളവരാണ്, യൂത്തിലുള്ള ആൾക്കാരെല്ലാം. അപ്പം ഇവിടുത്തെ നമ്മോടൊപ്പം ഇല്ലാത്ത എല്ലാ മാതാപിതാക്കന്മാരെയും ഒരു അവസരത്തിൽ ഞാൻ പ്രത്യേകം ഓർത്ത് നന്ദി പറയുന്നു. അവരെ കാണിച്ച ധൈര്യം, അവരെ നമ്മളെ വിടാൻ വിട്ട ഒരു അവരുടെ സ്നേഹം, വാത്സല്യം, അതെല്ലാം ഓർത്ത് അവർക്ക് വേണ്ടി നന്ദി പറയുന്നു. പ്രിയപ്പെട്ടവരെ, ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയാനുള്ള കാര്യമെല്ലാം മറുപടി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പറയാം, നിങ്ങളെ യൂത്തിലുള്ള ഒരാൾ പറയാൻ പാടില്ല, പുറത്തുനിന്ന് ഒരാൾ പറയാം. അപ്പം ഇന്നിവിടെ നിറഞ്ഞു നിന്ന ഒരു മെയിൻ ഒരു കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് സമ്മതിക്കും, വെരി ഹൈ എനർജി ലെവൽ. എനിക്ക് തോന്നുന്നു നമ്മുടെ മെൽബൺ മലങ്കരയുടെ ചരിത്രത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതിൽ ഏറ്റവും എനർജി ലെവലുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അപ്പൊ അതിന് പിന്നിൽ വളരെയേറെ ത്യാഗം സഹിച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് നമ്മൾ യങ് ബ്ലഡായിരുന്നു നമ്മുടെ കുർബാനയെ നമ്മൾ ഓർഡറിൽ കണ്ടത്. അതുപോലെ
അതുപോലെ പാട്ട്, അതുപോലെ നമ്മുടെ എല്ലാ പരിപാടികളും വളരെ കലാപരമായിട്ട് നല്ല കഴിവുള്ളവരാണ് നിങ്ങളെല്ലാവരും. ആ എനർജികൾ നമ്മുടെ പള്ളിയുടെ എല്ലാ കാര്യങ്ങളും കാണണം. Hearty appreciation to all of you who participated in this program. Keep up the energy level. Let the Malakkara Church be enriched by your activities here. Thank you, everybody.